ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ മൂർത്തി ഫോൺ ചെയ്ത് അവന്തികയെ ധനുഷിന്റെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് കൃത്യമായി കേൾപ്പിക്കുന്നു. അവന്തികയ്ക്ക് എന്നെ ഒരിക്കലും ആ നെല്ലിശ്ശേരിയിലെ മരുമകനാക്കാൻ കഴിയില്ല. അവൾ എൻ്റെ സ്വകാര്യതയിൽ മാത്രമുള്ളവളാണ് അവന്തിക. എന്നാൽ സ്നേഹ അങ്ങനെയല്ല. അവൾ എനിക്ക് നെല്ലിശ്ശേരിയിൽ മരുമകൻ എന്നുള്ള സ്ഥാനം ഉറപ്പിച്ചു തരുന്നവളാണ്. എനിക്ക് വേണ്ടത് ഒരു ചീത്തപ്പേരുമായിട്ടുള്ള ഒരു ബന്ധമല്ല, മറിച്ച് എന്നും കൂട്ടത്തിൽ നിർത്തുന്ന, എപ്പോഴും ആ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ, ആ കുടുംബത്തിന്റെ ഒരംഗത്തിന്റെ ബലവും അധികാരവും എപ്പോഴും എനിക്കുണ്ടാകുന്ന അങ്ങനെ ഒരു ബന്ധം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ബന്ധം എനിക്കുണ്ടാകുമെങ്കിൽ അത് സ്നേഹയിലൂടെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ സ്നേഹയുടെ സ്വത്തും നെല്ലിശ്ശേരിയിലെ സമ്പാദ്യവും എൻ്റെ പക്കൽ എത്തിച്ചേരുക എന്നതിന് വേണ്ടി ഞാൻ കണ്ടെത്തിയ വഴി മാത്രമാണ് സ്നേഹം. ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തിച്ചേരുമ്പോൾ അതിനു മുന്നിൽ മറ്റൊന്നും എനിക്കൊരു പ്രശ്നമല്ല. മറ്റൊന്നിനെ കുറിച്ചും ഞാൻ ചിന്തിക്കുന്നില്ല, അവന്തിയെക്കുറിച്ച് പോലും എന്ന് ധനുഷ് പറയുമ്പോൾ ആ വാക്കുകൾ കേട്ട് നിരാശയോടെ ഫോൺ കട്ട് ചെയ്ത് അവന്തിക ആ വീട്ടിലിരുന്നു. അല്പനേരത്തേക്ക് ആലോചിച്ചതിന് ശേഷം അവന്തിക ഒരു ഉറച്ച തീരുമാനത്തിലെത്തി. ധനുഷ്, നിന്റെ ഈ ആഗ്രഹം ഞാൻ നടപ്പിലാക്കില്ല. നീ എന്നും എനിക്ക് മാത്രം സ്വന്തമാണ്, നിനക്ക് ഞാൻ മാത്രം മതി എന്ന് അവന്തിക മനസ്സിൽ ഒരു തീരുമാനം ഉറപ്പിച്ചങ്ങനെ ഇരുന്നു. പിന്നീട് കാണുന്നത് സന്ധ്യ ഡോക്ടർ അർച്ചനയുടെയും സച്ചിയുടെയും വരവും പ്രതീക്ഷിച്ച് ഒരു പാർക്കിൽ കാത്തിരുന്നു. അപ്പോഴാണ് അവിടേക്ക് അർച്ചനയും സച്ചിയും എത്തി. അവർ രണ്ടുപേരും കൂടി വളരെ പ്രതീക്ഷയോടെ സന്ധ്യ ഡോക്ടറുടെ അരികിലേക്ക് എത്തി ചോദിച്ചു, എന്താ ഡോക്ടർ, എന്തിനാ ഞങ്ങളോട് വരാൻ പറഞ്ഞത്? അപ്പോഴാണ് ഇനി എന്തെങ്കിലും ട്രീറ്റ്മെന്റിന്റെ കാര്യം പറയാനാണോ എന്ന് ചോദിച്ച് സച്ചി സംശയം പ്രകടിപ്പിച്ചതും സന്ധ്യ ഡോക്ടർ പറഞ്ഞു, അതെ, ട്രീറ്റ്മെന്റിന്റെ കാര്യം പറയാൻ വേണ്ടി തന്നെയാ ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. ഒരു കണക്കിന് നമ്മൾ ഇവിടെ വെച്ച് ട്രീറ്റ്മെന്റ് തുടങ്ങാതിരുന്നത് എന്തുകൊണ്ടും നന്നായി എന്ന് പറഞ്ഞപ്പോ അർച്ചനയും സച്ചിയും പരസ്പരം ആശങ്കയോടെ നോക്കി. അതിനുശേഷം സന്ധ്യ ഡോക്ടർ പറഞ്ഞു, സത്യത്തിൽ ഇവിടെ ട്രീറ്റ്മെന്റ് നടത്തിയാൽ ഉണ്ടാകുന്നത് ഒരു 90% മാത്രമാണ് അതിന്റെ നല്ല റിസൾട്ട്, പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞത്. എന്നാൽ ഇങ്ങനെ ഒരു പ്രശ്നത്തെ, ഫെർട്ടിലിറ്റി പ്രോബ്ലത്തെ എല്ലാ രീതിയിലും ഇല്ലാതാക്കുന്ന സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഹോസ്പിറ്റലുകൾ ചെന്നൈയിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ട്രീറ്റ്മെന്റ് ചെന്നൈയിൽ ചെന്ന് നടത്താനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്ന് സന്ധ്യ ഡോക്ടർ അറിയിച്ചു. അത് കേട്ടതും ശശി ചോദിച്ചു, അല്ല ഡോക്ടർ, ഡോക്ടർ എന്താ ഇപ്പൊ അങ്ങനെ പറയുന്നത്? സത്യത്തിൽ ഡോക്ടറുടെ പരിശോധനയിലും ഡോക്ടറുടെ കൺസൾട്ടിങ് ടൈമിലും ഒക്കെ ഞങ്ങൾക്ക് ഡോക്ടറുടെ അരികിലേക്ക് എത്താൻ കഴിയും. മറ്റെന്തിനേക്കാൾ ഉപരി ഞങ്ങൾക്ക് ഡോക്ടറോട് എന്തും തുറന്ന് സംസാരിക്കാനും എന്തും പറയാനുമുള്ള സ്വാതന്ത്ര്യവും ഉണ്ടല്ലോ. അതുകൊണ്ട് ഡോക്ടർ തന്നെ ഞങ്ങളെ ട്രീറ്റ് ചെയ്താൽ മതി എന്ന് സച്ചിയും അർച്ചനയും നിർബന്ധപൂർവ്വം പറയുമ്പോൾ അത് കേട്ട സന്ധ്യ പറഞ്ഞു, എനിക്ക് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതിൽ പ്രശ്നം ഉണ്ടായിട്ടല്ല, മറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ ഒരു 90% മാത്രമേ ഇതിന് വിജയ സാധ്യതയുള്ളൂ എന്ന്. എന്നാൽ എല്ലാ രീതിയിലും നിങ്ങൾക്ക് 100% ഉറപ്പ് നൽകാൻ കഴിയുന്ന മറ്റൊരാളുണ്ട്, എൻ്റെ പ്രൊഫസർ അമല മേഡം. മേഡം ചെന്നൈയിലെ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. മേഡത്തോട് ഞാൻ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. മേഡം ഓക്കെ പറഞ്ഞിട്ടുമുണ്ട്. അറിയാലോ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പ്രൊഫസറാണ്. അപ്പോ എങ്ങനെയായിരിക്കും ഡോക്ടറുടെ ട്രീറ്റ്മെന്റും ഡോക്ടറുടെ ഇപ്പോഴത്തെ നില വെച്ച് ഡോക്ടർ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് അതിലുണ്ടായ റിസൾട്ടിനെ കുറിച്ചും ഞാൻ കൃത്യമായി അറിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് വേണ്ടി ഡോക്ടറെ ഞാൻ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റുമായിട്ട് ഡോക്ടറുടെ അരികിലേക്ക് എത്തിച്ചേർന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് തന്നെ കിട്ടും. നിങ്ങളെ ആഗ്രഹം സഫലമാകും. അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇവിടുത്തെ ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കുന്നതും എന്തുകൊണ്ടും നല്ലതാണ്. അത് കേട്ടതും സച്ചി പറഞ്ഞു, ഡോക്ടർ ചെന്നൈ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് മാറി നിന്ന് അവിടെ താമസിച്ച് ട്രീറ്റ്മെന്റിന് ഞങ്ങൾ വിധേയരാകേണ്ടി വരില്ലേ? അപ്പോൾ വീടും മറ്റുമൊക്കെ വീട്ടിൽ നിന്നും ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞു മാറി ഞങ്ങൾ തനിച്ച് മാറി നിൽക്കേണ്ട സാഹചര്യമാവില്ലേ എന്ന് ചോദിച്ചതും ഉടനെ സന്ധ്യ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ട്രീറ്റ്മെന്റിന്റെ ആ ഒരു ശൈലി വെച്ച് സത്യത്തിൽ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് ഞാൻ എൻ്റെ സജഷൻ പറഞ്ഞതാണ് എന്നറിയിച്ചു. അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, സന്ധ്യ ഡോക്ടർ എന്ന് വിളിച്ചതും ഉടനെ അർച്ചനയുടെ ആ ചോദ്യം കണ്ടതോടെ സന്ധ്യ പറഞ്ഞു, അർച്ചന ഒരു 5 മിനിറ്റ് അർച്ചന ഒന്ന് കാറിൽ പോയി വെയിറ്റ് ചെയ്യുവോ? എനിക്ക് സച്ചിയോടൊന്ന് സംസാരിക്കണം. അത് കേട്ടതും ശരിയെന്ന് പറഞ്ഞ് അർച്ചന വേഗം കാറിനരികിലേക്ക് പോയി.
ഈ സമയത്ത് സന്ധ്യ ഡോക്ടറോട് സച്ചി ചോദിച്ചു, എന്താ ഡോക്ടർ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സന്ധ്യ പറഞ്ഞു, അല്ല സച്ചി, ഞാൻ പറഞ്ഞു എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ചെന്നൈയിൽ ചെന്ന് അവിടെ താമസിച്ച് ട്രീറ്റ്മെന്റിന് വിധേയരാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ഗുഡ് റിസൾട്ട് കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹം സഫലമാക്കി തരാൻ എൻ്റെ പ്രൊഫസറിനും സാധിക്കും. അമല മാഡം നല്ലൊരു ഡോക്ടർ തന്നെയാണ്. പിന്നെ എന്തെന്ന് വെച്ചാൽ, ഇനി അഥവാ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഈശ്വരൻ കനിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വശം കൂടി നമ്മൾ ചിന്തിക്കണമല്ലോ. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ തന്നെ ആദ്യയുടെ കുഞ്ഞിനെ അത്രത്തോളം സ്നേഹിക്കുന്ന അർച്ചനയ്ക്ക് മറ്റൊരു കുഞ്ഞിനെ, ഒരു അഡോപ്റ്റ് ചെയ്യുന്ന കുഞ്ഞിനെ ഇതിനേക്കാൾ ഏറെ സ്നേഹിക്കാൻ, സ്വന്തം കുഞ്ഞിനെ പോലെ സ്നേഹിക്കാൻ അർച്ചനയ്ക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ സച്ചി അർച്ചനയോട് അക്കാര്യം സംസാരിക്കണം. ഇനി ട്രീറ്റ്മെന്റിന് ശേഷം നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവില്ല എന്ന ആ ഒരു കണ്ടീഷനിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ അവിടെ നിന്ന് ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാം നിങ്ങൾക്ക്. അത് ഈ ഇവിടെ ആരും തന്നെ അറിയുകയുമില്ല. പിന്നീട് ട്രീറ്റ്മെന്റിന് ശേഷം നിങ്ങളുടെ കുഞ്ഞാണ് എന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങളുടെ തന്നെ രക്തത്തിൽ പിറന്ന നിങ്ങളുടെ തന്നെ കുഞ്ഞാണ് എന്ന് എല്ലാവരെയും വിശ്വസിപ്പിച്ച് ആ കുഞ്ഞുമായി നിങ്ങൾക്ക് തിരികെ നാട്ടിലേക്ക് എത്തുകയും ചെയ്യാം. ആ കുഞ്ഞ് ഒരു അഡോപ്റ്റ് ചെയ്യപ്പെട്ട കുഞ്ഞാണെന്നുള്ള സത്യം മറ്റാരും ഒരിക്കലും അറിയാനും പോകുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം കൂടി നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാറി നിന്ന് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് നടത്തിയാലുണ്ട് എന്ന് സച്ചിയോട് സന്ധ്യ ഡോക്ടർ അറിയിച്ചു. അത് കേട്ടതും സച്ചി ആകെ വിഷമത്തോടെ സന്ധ്യ ഡോക്ടറെ നോക്കി. അർച്ചനയുടെ ഇപ്പോഴത്തെ കണ്ടീഷനെ കുറിച്ച് പറയാനാവില്ല. അതുകൊണ്ട് തന്നെ അർച്ചന വളരെയേറെ പ്രതീക്ഷയിലാണ്. ഡോക്ടർ ഞങ്ങളെ ട്രീറ്റ് ചെയ്തതിനു ശേഷം ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു അർച്ചന. എന്തായാലും ഞാൻ അർച്ചനയോടൊന്ന് സംസാരിച്ച് നോക്കാം എന്ന് പറഞ്ഞ് സച്ചി സന്ധ്യ ഡോക്ടറോട് സംസാരിച്ച് അവിടെ നിന്ന് മാറി. ആ സമയം സന്ധ്യ ഡോക്ടർ മനസ്സിൽ ദൈവത്തോട് ക്ഷമ പറയുന്നു. എന്നോട് ക്ഷമിക്കണേ ഈശ്വര, ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല. എൻ്റെ താലി ഇല്ലാതാക്കിയ, എൻ്റെ ഇക്കയെ ഇല്ലാതാക്കിയ അവനോടുള്ള എൻ്റെ പ്രതികാരം തീർക്കാൻ. ഇപ്പോ ഇവരുടെ ട്രീറ്റ്മെന്റ് അല്ല എൻ്റെ മനസ്സിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, മറിച്ച് എൻ്റെ ഇക്കയെ ഇല്ലാതാക്കിയവനോടുള്ള പ്രതികാരമാണ് എനിക്ക് പ്രധാനം. അതുകൊണ്ട് തന്നെ അവന്റെ ജീവൻ എടുക്കണം. അതിനാണ് ഞാൻ ഇവരെ തൽക്കാലം ഒഴിവാക്കി വിടുന്നത് എന്ന് സന്ധ്യ ഡോക്ടർ മനസ്സിൽ പ്രാർത്ഥന നടന്നു. പിന്നീട് കാണുന്നത് നെല്ലിശ്ശേരിയിൽ അവന്തികയുടെ മനസ്സിനെ കൂടുതൽ അലട്ടിക്കൊണ്ടിരിക്കുന്നത് മൂർത്തിയോട് ധനുഷ് പറഞ്ഞ വാക്കുകളായിരുന്നു. സന്ധ്യയെ സ്നേഹയോടുള്ള തന്റെ സ്നേഹത്തെക്കുറിച്ചും, സ്നേഹയെ മാത്രമാണ് താൻ വിവാഹം കഴിക്കുക എന്നും, സ്നേഹ തന്റെ ജീവിതത്തിലേക്ക് വന്നാൽ മാത്രമേ താൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടാൻ കഴിയുകയുള്ളൂ എന്നും, നെല്ലിശ്ശേരി എന്ന് പറയുന്ന ആ സമ്പന്ന കുടുംബത്തിന്റെ സ്വത്ത് മുഴുവൻ തന്റെ കൈകളിലേക്ക് എത്തിച്ചേരുന്ന ഏക വഴി ആ സ്നേഹം മാത്രമാണെന്നും, അവന്തികയിലൂടെ അങ്ങനെ ഒരു സൗഭാഗ്യം തനിക്ക് ഉണ്ടാവുകയില്ല എന്നുമുള്ള ധനുഷിന്റെ വാക്കുകൾ അവന്തികയെ അലട്ടി. അപ്പോഴാണ് സേതുമാധവൻ റൂം തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ സ്നേഹ അവിടെ ഹാളിലേക്ക് എത്തിയത് സേതുമാധവൻ കണ്ടു. ഉടനെ സേതുമാധവൻ ചോദിച്ചു, അല്ല മോളെ, നീ ഇതെവിടെ പോവാ എന്ന് അന്വേഷിച്ചിട്ടും സേതുമാധവന്റെ ചോദ്യം കേട്ട് സ്നേഹ പറഞ്ഞു, അച്ഛാ, എത്ര നേരമാ ഇങ്ങനെ റൂമിൽ തന്നെ അടഞ്ഞിരിക്കുന്നത്? എനിക്ക് ഒന്ന് പുറത്തു പോണം. എപ്പോഴും റൂമിൽ തന്നെ ഇങ്ങനെ അടച്ചു പൂട്ടിയിരിക്കുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതുകൊണ്ട് ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം, ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞതും സേതുമാധവൻ പറഞ്ഞു, ശരി, എന്നാൽ നേരത്തെ തന്നെ ഇങ്ങ് എത്തിയേക്കണം, ഒത്തിരി വൈകരുത് എന്ന് പറഞ്ഞതും ഇല്ലച്ച എന്ന് പറഞ്ഞ് സ്നേഹ വളരെ മര്യാദയുള്ള അനുസരണയുള്ള കുട്ടിയായി അവിടെ നിന്ന് പോയി. അതിനുശേഷം സച്ചിയും അർച്ചനയും തിരികെ വീട്ടിലേക്ക് വരുന്ന ഈ സമയത്ത് അവന്തിക സ്നേഹയുടെ ആ യാത്ര കണ്ട് സംശയത്തോടെ നോക്കുന്നത്. സച്ചി കാർ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ സന്ധ്യ ഡോക്ടർ പറഞ്ഞ വാക്കുകൾ സച്ചിയുടെ മനസ്സിനെ അലട്ടി. ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള സന്ധ്യ ഡോക്ടറുടെ വാക്കുകൾ സച്ചിയെ കൂടുതൽ ആലോചനയിലേക്ക് വഴുതി മാറ്റി. അപ്പോഴാണ് അർച്ചന സച്ചിയോട് ചോദിച്ചത്, എന്താ സച്ചിയേട്ടാ, സച്ചിയേട്ടൻ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത്? അപ്പോഴേക്കും സച്ചി പറഞ്ഞു, ഒന്നുമില്ല, ഞാനൊന്നും ആലോചിക്കുന്നില്ല. അത് ശരിയാ, ഒന്നും ആലോചിക്കുന്നില്ലാത്തത് കൊണ്ടാണല്ലോ വീട്ടിലേക്ക് തിരിയേണ്ടുന്ന വഴി കഴിഞ്ഞു പോയിട്ടും നമ്മൾ ഈ വഴിയെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ സച്ചി പെട്ടെന്ന് വഴിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു. ചുറ്റുപാടും നോക്കിയതും അർച്ചന പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല സച്ചിയേട്ടാ, സച്ചിയേട്ടന്റെ മനസ്സ് ഇവിടെയെങ്ങും അല്ല, മറ്റെന്തോ ചിന്തയിലാണെന്ന് എനിക്കറിയാം. സന്ധ്യ ഡോക്ടറോട് സച്ചിയേട്ടൻ സംസാരിച്ചത് നമ്മുടെ കുഞ്ഞിന്റെ കാര്യത്തെക്കുറിച്ചല്ലേ? എനിക്കറിയാം എന്ന് പറഞ്ഞപ്പോ സച്ചി പറഞ്ഞു, അല്ല, ഞാൻ ചുമ്മാ ഒരു ഓഫീസ് കാര്യം ആലോചിച്ചപ്പോ എന്ന് പറഞ്ഞതും അർച്ചന ചോദിച്ചു, നമുക്കൊരു കുഞ്ഞുണ്ടാകുന്ന കാര്യം അതെങ്ങനെ ഓഫീസ് കാര്യമാകും സച്ചിയേട്ടാ? സച്ചിയേട്ടന്റെ ഈ മുഖഭാവം കാണുമ്പോ
എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് സന്ധി ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളാണ് സച്ചിയുടെ മനസ്സിനെ അലട്ടുന്നത്. എന്താണ് ഡോക്ടർ പറഞ്ഞത് എന്ന് സച്ചിയോട് അർച്ചന അന്വേഷിച്ചു. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, അല്ല, സന്ധി ഡോക്ടർ പറഞ്ഞത് നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്താൽ തന്നെ ഒരു 3 വർഷം കാത്തിരിക്കണമെന്നാണ്. 3 വർഷത്തിന് ശേഷം മാത്രമേ റിസൾട്ട് ഉണ്ടാവൂ എന്നാണ് പറഞ്ഞത്. അത് കേട്ടതും അർച്ചന ഞെട്ടി. 3 വർഷമോ? അത് ഇത്തിരി കൂടുതലായി പോയല്ലോ സച്ചിയേട്ടാ. അതെന്താ അത്രയും വലിയൊരു കാലയളവ് എന്ന് ആശങ്കയോടെ അർച്ചന ചോദിച്ചു. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, എടോ, നമ്മുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞു വന്നാൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമ്മളിപ്പോൾ അനുഭവിച്ചറിഞ്ഞത് തന്നെയല്ലേ. ആതിരയുടെ കുഞ്ഞ് വന്നതിന് ശേഷം നമുക്കിടയിൽ ഉണ്ടായ മാറ്റം നമ്മൾക്ക് രണ്ടുപേർക്കും അത് വ്യക്തമായി അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിന് വേണ്ടി നമ്മളുടെ ഈ കാത്തിരിപ്പ്, ഒരു 3 വർഷക്കാലം എന്നുള്ള ആ കാത്തിരിപ്പ്, അത് നമുക്ക് ഒഴിവാക്കാവല്ലോ. അത്രയും നാളത്തേക്ക് നമുക്ക് കാത്തിരിക്കണ്ട എന്ന് തീരുമാനിച്ചാലോ എന്ന് ചോദിച്ചതും അർച്ചന ആശങ്കയോട് ചോദിച്ചു, അതെന്താ സച്ചിയേട്ടൻ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചപ്പോ ശശി പറഞ്ഞു, വേറൊന്നുമല്ല, 3 വർഷത്തിനുള്ളിൽ നമുക്കൊരു കുഞ്ഞുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ 3 വർഷം എന്നുള്ള ആ കാലയളവ് നമുക്ക് കുറച്ച് വേഗം തന്നെ ഒരു കുഞ്ഞെന്നുള്ള ആ സ്വപ്നം പൂർത്തിയാക്കത്തില്ലേ എന്ന് ചോദിച്ചു. അർച്ചന അപ്പോഴേക്കും വീണ്ടും സംശയത്തോട് ചോദിച്ചു, സച്ചിയേട്ടൻ എന്താ ഈ പറയുന്നത്? അപ്പോഴേക്കും സച്ചി പറഞ്ഞു, എടോ, നമുക്ക് കുഞ്ഞിനെ ഈശ്വരൻ തരാൻ വേണ്ടി കാത്തിരുന്നതല്ല, മറിച്ച് നമ്മൾ ഈശ്വരന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 3 വർഷ കാലയളവ്. ഇനി അതല്ല എങ്കിൽ നമുക്ക് മറ്റൊരു മാർഗം നോക്കാം. ഒരു കുഞ്ഞിനെ നമുക്ക് അഡോപ്റ്റ് ചെയ്താലോ? അങ്ങനെയാകുമ്പോൾ പ്രശ്നമില്ലല്ലോ. നമ്മുടെ കുഞ്ഞായി ആ കുഞ്ഞിനെ വളർത്തിയാൽ നമുക്കിടയിലുള്ള ഇപ്പോഴത്തെ ഈ നിരാശയും സങ്കടവും എല്ലാം മാറുമല്ലോ എന്ന് ശശി അർച്ചനയോട് ചോദിച്ചു. അത് കേട്ടതും അർച്ചന പറഞ്ഞു, ഇല്ല ശശിയേട്ടാ, ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ഉൾക്കൊള്ളാനാവില്ല. കാരണം ഇപ്പോൾ നമ്മൾ ആതിരയുടെ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് അത് എത്രത്തോളമാണെന്ന് നമുക്ക് പരസ്പരം അറിയാം. പക്ഷേ ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്താൽ ചിലപ്പോൾ എനിക്ക് ആ സ്നേഹം, ആ ആതിരയുടെ കുഞ്ഞിനോടുള്ള സ്നേഹത്തിന്റെ അത്രയും പോലും എനിക്ക് ആ കുഞ്ഞിനോട് തോന്നിയേക്കില്ല എന്നാണ് എൻ്റെ മനസ്സിലെ ആശങ്ക. അങ്ങനെ വന്നാൽ അത് എനിക്ക് ജീവിതകാലം മുഴുവൻ വലിയൊരു വേദനയായി മാറും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചിന്ത വേണ്ട സച്ചിയേട്ടാ. പിന്നെ എത്ര നാള് വേണമെങ്കിലും നമുക്ക് കാത്തിരിക്കാം. ഞാൻ ഈ കാത്തിരിക്കുന്നതിന്റെ കാലയളവ് ആകെ വിഷമത്തോടെയും നിരാശയോടെയും പറഞ്ഞതുകൊണ്ടായിരിക്കും സച്ചിയേട്ടൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും എനിക്ക് എത്ര വർഷം വരെ വേണേലും ഞാൻ കാത്തിരുന്നോളാം. അതിലെനിക്ക് യാതൊരു വിഷമവുമില്ല സച്ചിയേട്ടാ. പക്ഷേ നമുക്കൊരു കുഞ്ഞ് ജനിക്കുന്നുണ്ടെങ്കിൽ അത് സച്ചിയേട്ടന്റെ ചോരയിൽ എൻ്റെ വയറ്റിൽ കിടന്ന വേദന അറിഞ്ഞ് ഞാൻ പ്രസവിക്കുന്ന നമ്മുടെ കുഞ്ഞായിരിക്കണം. അത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്ന് അർച്ചന സച്ചിയോട് അറിയിച്ചു. അത് കേട്ടതും സച്ചി പറഞ്ഞു, സന്ധി ഡോക്ടർ പറഞ്ഞ ഒരു ഓപ്ഷൻ അല്ല കേട്ടോ. സന്ധി ഡോക്ടറുടെ വാക്കുകൾ, അല്ലെങ്കിൽ സന്ധി ഡോക്ടർ പറഞ്ഞിട്ടല്ല ഞാൻ ഇങ്ങനെ ഒരു സജഷൻ തന്നെ മുന്നിലേക്ക് വെച്ചത് എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു, എനിക്കറിയാം സച്ചിയേട്ടാ, ഒരിക്കലും ഡോക്ടർ അങ്ങനെ ഒരു വാക്ക് പറയില്ല. കാരണം മുമ്പൊരിക്കൽ ഡോക്ടർ എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ ഡോക്ടറിന് ഞാനൊരു മറുപടി നൽകിയിരുന്നു. അതേ മറുപടി തന്നെയാണ് ഇപ്പൊ ഞാൻ സച്ചിയേട്ടന് നൽകിയത് എന്ന് അർച്ചന സച്ചിയോട് സംസാരിച്ചു. അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത വേണ്ട, നമുക്ക് ട്രീറ്റ്മെന്റിന്റെ കാര്യം തന്നെ ആലോചിക്കാം. അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. എത്രയും വേഗം തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങുകയും ചെയ്യാം എന്ന് പറഞ്ഞ് അവർ വണ്ടി അവിടെ നിർത്തി കുറെ നേരത്തേക്ക് അതിനെക്കുറിച്ച് അങ്ങനെ സംസാരിച്ചു തന്നു. അപ്പോഴാണ് അർച്ചന സച്ചിയോട് പറഞ്ഞത്, ഇനിയിപ്പോ നമ്മള് ഒത്തിരി ദൂരം കറങ്ങി ചുറ്റി വേണം വീട്ടിലേക്ക് ചെല്ലാൻ. അതുകൊണ്ട് സാരയില്ല, ഇനി കുഞ്ഞിന്റെ കാര്യത്തിൽ സച്ചിയേട്ടൻ അങ്ങനെ ഒരു ചിന്ത എടുക്കണ്ട എന്ന് പറയുമ്പോൾ സച്ചി ആകെ ടെൻഷനോടെ അർച്ചനയെ തന്നെ നോക്കി. അപ്പോഴാണ് അർച്ചന മുന്നിലൂടെ പോയ ആ ഓട്ടോ ശ്രദ്ധിച്ചത്. സച്ചിയേട്ടാ, അതിലേക്ക് നോക്കിയേ, ആ കണ്ടത് സ്നേഹയല്ലേ എന്ന് ചോദിച്ചതും പെട്ടെന്ന് സച്ചിയോട് അർച്ചന സംശയം പ്രകടിപ്പിച്ചപ്പോ സച്ചി വേഗം പിന്തിരിഞ്ഞു നോക്കി. അതെ, അതാ സ്നേഹ തന്നെയാണല്ലോ. അല്ല, അവളെന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോ ആ ഓട്ടോ വേഗം അവിടെ നിന്ന് എടുക്കുന്നത് കണ്ടു. അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, സച്ചിയേട്ടാ, അവൾ ഈ പോകുന്നത് ധനുഷിനെ കാണാൻ വേണ്ടി തന്നെയാണ്, എനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞപ്പോ സച്ചി പറഞ്ഞു, അവനെ ഇന്ന് ഞാൻ എന്ന് പറഞ്ഞ് സച്ചിയും അർച്ചനയും കൂടി വേഗം ആ ഓട്ടോ ഫോളോ ചെയ്ത് പോകുന്നു. അപ്പോഴേക്കും കുറച്ചു ദൂരം പോയി കഴിയുമ്പോഴേക്കും ആ ഓട്ടോ അവരുടെ മുന്നിൽ നിന്ന് മാറി. ഓട്ടോ മറ്റൊരു വഴിയിലൂടെ പോയതുകൊണ്ട് സച്ചിയും അർച്ചനയും ഫോളോ ചെയ്ത് വന്നപ്പോൾ ഓട്ടോ കാണാതെയായി. അവസാനം സച്ചിയോട് അർച്ചന പറഞ്ഞു, സച്ചിയേട്ടാ, നമുക്ക് കുറച്ചുകൂടി ഒന്ന് പോയി നോക്കാം, എങ്ങോട്ടാ പോയതെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ സച്ചി ആ ഓട്ടോ കാണാതായതിന്റെ നിരാശയിൽ അങ്ങനെ പോകുമ്പോൾ സ്നേഹ ധനുഷിന്റെ അരികിലെത്തി കഴിഞ്ഞു. ധനുഷിന്റെ നെഞ്ചിലേക്ക് ചേർന്ന് സ്നേഹ അങ്ങനെ നിൽക്കുമ്പോൾ ധനുഷ് ചോദിച്ചു, എടോ, താനിപ്പോ ഇവിടേക്ക് വരേണ്ടിയിരുന്നില്ല. താൻ ഇവിടെ വന്ന വിവരം അച്ഛനും ഏട്ടന്മാരും അറിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നമാവില്ലേ എന്ന് ചോദിച്ചപ്പോ സ്നേഹ പറഞ്ഞു,
ധനുഷേ, നീ എന്തിനാ അവരെ പേടിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, നിന്റെ കൂടെ ജീവിക്കാൻ ഞാൻ തയ്യാറാണ്. ഈ നിമിഷം ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വരാം. ഇന്നലെ ഞാൻ നിന്റെ കൂടെ വരാൻ തയ്യാറായപ്പോ നീ എന്നെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോന്നില്ലേ? ഇന്നലെ അങ്ങനെയൊക്കെ നീ പറഞ്ഞപ്പോ ഞാൻ എതിർത്തില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ ഇവിടേക്ക് വന്നതും അക്കാര്യം പറയാൻ വേണ്ടി തന്നെയാണ്. ഇനി ഞാൻ മടങ്ങി പോകുന്നില്ല. നിന്റെ കൂടെ ജീവിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. ഞാൻ മറ്റെങ്ങോട്ടും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു താലി നാളെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി ഒരു താലി നീ എന്റെ കഴുത്തിൽ കെട്ടണം. അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ഒരു താലി എന്റെ കഴുത്തിൽ കെട്ടിയാൽ മതി. പിന്നെ നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ജീവിക്കാം. അത് മതി ധനുഷ്, മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് സ്നേഹ പറയുമ്പോ ധനുഷ് പറഞ്ഞു, അങ്ങനെയല്ല സ്നേഹ, ഞാൻ പറഞ്ഞല്ലോ നിന്നോട് എനിക്ക് സ്നേഹമുണ്ട്, അത് സത്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ നിന്റെ കുടുംബത്തുള്ളവരെയും ഞാൻ സ്നേഹിച്ചിരുന്നു. അവിടെ നിന്റെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ പോലെ ഞാൻ കണ്ടു. അതുപോലെ തന്നെയാണ് ഏട്ടന്മാരെയെല്ലാം. അവിടെയുള്ള ഓരോ കുടുംബാംഗങ്ങളും എനിക്കില്ലാത്ത എൻ്റെ അച്ഛനായും എൻ്റെ ഏട്ടന്മാരായും എൻ്റെ ഏട്ടത്തിമാരായിട്ടും ഒക്കെയാണ് ഞാൻ അവരെയെല്ലാം കണ്ടത്. പക്ഷേ അങ്ങനെ ഒരു കാഴ്ചയിൽ ഞാൻ അവരെ കണ്ടതുകൊണ്ട് അവർക്കുണ്ടാകുന്ന വേദന എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടായിരുന്നു ഇന്നലെ സ്നേഹേ മോള് നീ വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ട എന്ന് പറഞ്ഞ് നിന്നെ വിലക്കിയത് എന്ന് ധനുഷ് സ്നേഹയോട് അറിയിച്ചു. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഒന്ന് കാത്തിരിക്കാം. നീ ഇപ്പൊ ഇങ്ങനെ ഒരു അവിവേകം കാട്ടിയത് കൊണ്ട് അവർക്ക് വല്ലാത്ത ദേഷ്യമാകും എന്ന് പറഞ്ഞപ്പോ സ്നേഹ പറഞ്ഞു, ധനുഷ്, നിന്റെ ആ പ്രതീക്ഷ വെറുതെയാണ്. അവരാരും ഒരിക്കലും നമ്മുടെ വിവാഹത്തിന് സമ്മതം മൂളില്ല എന്ന് പറഞ്ഞപ്പോ ധനുഷ് പറഞ്ഞു, ഇപ്പോ നമ്മളെ തള്ളി പറയുന്ന ആളുകളെല്ലാം നമ്മുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് നമ്മളെ അംഗീകരിക്കുന്ന ഒരു ദിവസം വരും എന്ന് ധനുഷ് സ്നേഹയെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അപ്പുറത്ത് മാറുന്ന മൂർത്തി അവന്തികയുടെ ഫോണിലേക്ക് വിളിച്ചു. അവന്തിക കോൾ എടുത്തതും എന്താ മൂർത്തി എന്ന് ചോദിച്ചപ്പോ മൂർത്തി പറഞ്ഞു, ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഗസ്റ്റോ? അതാരാ എന്ന് അവന്തിക അന്വേഷിച്ചതും മൂർത്തി പറഞ്ഞു, നെല്ലിശ്ശേരിയിൽ നിന്നുള്ളതാ, പേര് സ്നേഹ. അത് കേട്ടതും അവന്തിക ആകെ ഞെട്ടി. എന്നിട്ട് ധനുഷിനെ കാണാൻ എന്തിനാ അനുവദിച്ചത് എന്ന് ചോദിച്ചപ്പോ മൂർത്തി പറഞ്ഞു, ഞാൻ അവളെ തടയാൻ ശ്രമിച്ചതാണ്. പക്ഷേ അവൾ എന്റെ നേരെ കുറെ ചാടി. അവസാനം പിന്നെ ധനുഷിനെ കാണണമെന്നുള്ള വാശിയിൽ തന്നെ നിന്നതുകൊണ്ട് ധനുഷ് പിന്നെ അവളെ വന്ന് കൂട്ടുകയായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടി എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എന്നെ അവൾ തിരിച്ചറിയുമോ എന്ന്. മുമ്പ് ഞാൻ അവിടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, അത് അവൾ അന്ന് എന്നെ കണ്ടതാണല്ലോ. ആ ഒരു സംശയം എന്റെ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട് അധിക നേരം എനിക്ക് അവൾക്ക് മുന്നിൽ നിൽക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ ഭാഗ്യത്തിന് അവൾ എന്നെ തിരിച്ചറിഞ്ഞില്ല. അവളുടെ മനസ്സിൽ ഇപ്പോൾ മറ്റൊന്നുമില്ലല്ലോ, ധനുഷ് എന്ന ഒരു മന്ത്രം മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് അവളെ എന്നെ തിരിച്ചറിയാതെ പോയത്. ഇനിയിപ്പോ എന്താണ് അവന്തിക ചെയ്യേണ്ടത്? എത്രയും വേഗം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇത് കൂടുതൽ പ്രശ്നമാവും. അവളിനി മടങ്ങി പോകുന്നില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിവിടെ ഇരിക്കുകയാണെന്ന് മൂർത്തി അറിയിച്ചതും അവന്തിക ആകെ ടെൻഷനിലായി. ഉടൻ തന്നെ അവന്തിക വിവരം സേതുമാധവനെ അറിയിക്കുന്നു. ധനുഷിനെ കാണാനാണ് അവിടേക്ക് സ്നേഹ പോയിരിക്കുന്നെന്നുള്ള വിവരം അറിഞ്ഞതോടെ സേതുമാധവൻ വേഗം തന്നെ സജിയുടെ ഫോണിലേക്ക് വിളിച്ചു. സ്നേഹ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്നും ധനുഷിനെ കാണാൻ പോയിരിക്കുകയാണെന്നും അറിയിച്ചതോടെ സച്ചി പറഞ്ഞു, ഞങ്ങൾ അവളെ കണ്ടിരുന്നു വെച്ചാ, പക്ഷെ അവളെ ഫോളോ ചെയ്ത് വന്നപ്പോ പിന്നീട് ആ വണ്ടി കാണാതായി, ഓട്ടോ ഏതുവഴി പോയി എന്നറിയില്ലാതായി എന്ന് സച്ചി ആശങ്ക അറിയിച്ചതും ഉടൻ തന്നെ അടുത്ത് നിന്ന അവന്തിക സ്ഥലം ഏതാണെന്നുള്ള കാര്യം കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നതാണെന്നും എനിക്ക് പറഞ്ഞു തന്നതാണെന്നും ആ റൂട്ടിൽ ചെന്നാൽ സ്നേഹയെ കാണാമെന്നും ധനുഷ് അവിടെയാണുള്ളതെന്നുമുള്ള വിവരം അവന്തിക സച്ചിയോട് പങ്കുവച്ചു. അതിനുശേഷം സച്ചിയും അർച്ചനയും കൂടി നേരെ ധനുഷിനെ പിടികൂടാനായി, സ്നേഹയെ പിടികൂടാനായി വേഗം ധനുഷിന്റെ താവളത്തിലേക്ക് എത്തുന്നു.